ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഴിമന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുഴിയും കുക്കറും ഒന്നുമില്ല, നമ്മുടെ ഹോം മെയ്ഡായിട്ട് ഉള്ള മസാലകളും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു മന്തിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാൻ കുറേ മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അതിനുവേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കൻ്റെ അളവാണ്. ഞാൻ അതിന് വേണ്ടി ഒരു 2 ചെറിയതാണ് 2-3 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക്, വെളുത്തുള്ളി വലിയതാണെങ്കിൽ 1 കഷ്ണം മതി. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് 2 കഷ്ണം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പു ഒരു 5-6 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറുവപ്പട്ട ഒരു മീഡിയം സൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു 2-3 കഷ്ണമുണ്ട്, ഒരു മീഡിയം സൈസ്. അതേപോലെ തന്നെ നാരങ്ങ ഉണങ്ങിയതാണ്, ഇത് കൂടെ പൊടിച്ചാണ് നമ്മളിതിൻ്റെ കൂടെ പൊടിക്കുന്നത്. ഉണങ്ങിയ നാരങ്ങയാണ്. അതേപോലെ തന്നെ ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു 6-7 ഏലക്കയുണ്ട്. 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ്. ജീരകം എൻ്റെ കയ്യിൽ മുഴുവനായിട്ടുള്ളത് ഇല്ലായിരുന്നു, അത് കാരണം ഞാൻ പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂണാണ് മുഴുവനായിട്ടുള്ള ജീരകം കൂടെ വേണ്ടത്. ഇത്രയും എടുത്ത് നമ്മൾക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ ഇത് പൊടിച്ചുകൊണ്ട് വരട്ടെ. അങ്ങനെ നമ്മളുടെ മന്തി മസാല ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കഴുകി തോർത്തി വെച്ചിരിക്കുന്നതാണ്. ഈ ചിക്കനെല്ലാം നമ്മൾക്ക് എടുത്തിട്ട് പിന്നെ ഇതിനകത്ത് നമ്മളൊരു ഫോർക്ക് വെച്ചോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് കിഴിച്ച് കൊടുക്കുക. അപ്പോൾ മസാലകളെല്ലാം അതിൽ തന്നെ അങ്ങ് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഉള്ളിലോട്ട് ഇറങ്ങും മസാലകളെല്ലാം. നമ്മുടെ മന്തി മസാല ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു പുളിക്ക് വേണ്ടി ഒരു 2 ടീസ്പൂൺ നാരങ്ങാനീര് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം, ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടി. അതിനുശേഷം നമുക്കൊരു ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ ചേർക്കുക. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണല്ല 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എനിക്കൊരു ശകല ഓയിലും കൂടെ വേണം. ഒരു സ്പൂണും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയിൽ നിന്ന് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നമുക്കെടുത്തൊന്ന് മാറ്റി വെക്കാം. പിന്നീട് അത് നമുക്ക് ലാസ്റ്റ് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് കൊടുക്കാം. ചിക്കനെല്ലാം ഞാൻ സ്ക്വയർ വെച്ചെല്ലാം കുത്തുവിട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ പുരട്ടി വയ്ക്കാം. ഞാനിപ്പോൾ 1 കിലോ ചിക്കന് 4 കപ്പ് അരിയാണ് പറയുന്നത്. ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് മസാലകളും കൂട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ട്. അത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മൾ മാറിനേഷൻ ചെയ്ത് വെച്ച ചിക്കൻ നമുക്കൊരു സ്റ്റീം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ്റെ ആ പുരട്ടിയ വെള്ളം കൂടെ ഇരുന്നതാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 5-6 കപ്പ് വെള്ളത്തോളം ഉണ്ട്. 7-8 കപ്പ് വെള്ളം ഒഴിക്കാം നമുക്ക്. അതിലേക്ക് നമുക്കൊരു സ്റ്റീമർ അത് വെച്ച് കൊടുക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മളത് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ പുരട്ടി വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ഇങ്ങനെ
നിരത്തി വെച്ച് കൊടുക്കാം. നമ്മളിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയാണ്. നമുക്കൊരു 40-45 മിനിറ്റ് ഇതിനകത്ത് വെച്ചിങ്ങനെ ആവി കയറ്റി എടുക്കാം. അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ആവി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കണ്ടില്ലേ, ആവി കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ആവി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് മീഡിയം ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 40-45 മിനിറ്റ്, ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. അത് കുക്കാകട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഞാൻ ചെറിയ പീസുകളായിട്ടായിരുന്നു എടുത്തത്. എനിക്ക് വേണമെങ്കിൽ വലിയ പീസായിട്ട് എടുക്കാം, സ്കിന്നോട് കൂടി എടുക്കാം. എനിക്ക് പക്ഷേ സ്കിന്നോട് കൂടി കിട്ടിയില്ലായിരുന്നു ചിക്കൻ, അതാണ് ഞാൻ സ്കിന്നില്ലാതെയാണ്. അപ്പോൾ ചിക്കനെല്ലാം നല്ല വൃത്തിക്ക് വെന്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനെല്ലാം അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരി വേവിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഈ ചിക്കൻ സ്റ്റോക്കെല്ലാം വീണ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരി വേവിക്കാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ 5 കപ്പ്, 4 കപ്പാണ് ഞാൻ പറഞ്ഞത്, 5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 250 ml ഈ കപ്പിനാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. സെല്ലാഡ് ബസുമതി റൈസാണിത്. എടുത്ത് വെച്ചിരുന്ന ബാക്കി അരപ്പ് നമ്മൾ 2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചിക്കന് ചിലപ്പം ആവി കയറിയപ്പോൾ ഉപ്പ് ശകലം കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് റെഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശകല ഓയിൽ കൂടെ ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളിലൊക്കെ ഇത് ഇനി അരപ്പ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ റൈസ് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. റൈസ് കുക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ അരി ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അത് ഒരു അരിപ്പ് പാത്രത്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകട്ടെ. അങ്ങനെ നമ്മുടെ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി നമുക്കതിലേക്ക് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു 2-3 കഷ്ണം കറുവപ്പട്ട, ഒരു 6-7 ഏലക്കായ, 5-6 ഗ്രാമ്പൂവ്, 2 ചെറിയ ബേ ലീഫ് 2-3 എണ്ണം, ഉണങ്ങിയ നാരങ്ങ ചെറുത് 2 എണ്ണം. അതിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജീരകം, ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുഴുവൻ മല്ലി. ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം, പക്ഷെ ഞാൻ ഇതിനിടുന്നില്ല. അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ മാഗി ക്യൂബൊക്കെ ഇട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു സവാള അരിഞ്ഞതാണിത്, ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് നടുവേ കീറിയത്, ഒരു 1.25 ടേബിൾ സ്പൂൺ ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം അതുകൂടെ നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളർ അങ്ങനെ മാറരുത്, ജസ്റ്റ് ഉള്ളിയുടെയും ഇതിൻ്റെ ഒന്നും കളറ് മാറാതെ തന്നെ വേണം.
ഇത് ഇളക്കി കൊടുക്കാനായിട്ട് നമുക്ക്. അങ്ങനെ നമ്മുടെ ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിന് കൂടെ നമ്മൾ മുമ്പ് ചിക്കൻ ആവി കയറ്റിയെടുത്ത വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ 5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ 7.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ 7.5 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 250 ml കപ്പാണ്. വെള്ളം കിടന്നൊന്ന് തിളയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മന്തി മസാല നമ്മൾ തയ്യാറാക്കിയതും കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ശകല ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒത്തിരി അങ്ങ് വറുത്ത് കോരാൻ വേണ്ടിയില്ല. നമുക്ക് ഇതിൻ്റെ മുകൾ വശമൊക്കെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയാൽ മാത്രം മതിയേ. എണ്ണ ഒന്ന് ചൂടാകട്ടെ. നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ഓരോ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. തിരിച്ചും മറിച്ച് വിട്ട് നമുക്കതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ചെറിയ പീസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ പീസായിട്ട് എടുക്കാം. നമ്മുടെ വെള്ളം അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ കഴുകി അരിച്ച് വെച്ചിരിക്കുന്ന അരിയെടുത്ത് വെള്ളമെല്ലാം തോർത്തിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കണേ, ഉപ്പ് വെള്ളത്തിന് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണേ. അങ്ങനെ നമ്മുടെ അരി മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. നമ്മുടെ ചിക്കനും ഏകദേശം ആയി വരുന്നുണ്ട്. നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി ഡ്രൈ ആകട്ടെ. നമുക്ക് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി മുകൾ വശം. രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് നമുക്കതൊന്ന് മൊരിയിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 8-9 മിനിറ്റ് ഓരോ അരിയുടെ ഓരോ വേവാണ്. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ആദ്യത്തേത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതോടെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചിക്കന് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഒരു റെഡ് കളർ തോന്നണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫുഡ് കളർ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബും. അങ്ങനെ നമ്മുടെ ചോറിൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി പകുതി വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളമുണ്ട്. നമുക്കതൊന്നുകൂടെ ചെറിയ തീ വെച്ച് വെള്ളമൊക്കെ തോരുന്നത് വരെ വെച്ച് കൊടുക്കാവുന്നതാണ്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ശകലം മഞ്ഞപ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്താണ്. അത് ശകലം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതിനൊക്കെ ഒരു കളർ നിങ്ങൾ കാണാറില്ലേ, മഞ്ഞ കളർ, റെഡ് കളർ, അങ്ങനെയൊക്കെ. അതിൻ്റെ കൂടെ തന്നെ ഒരു ശകല റെഡ് കളറാണ് ഇടയ്ക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ശകല
അതും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തൊട്ട് ശകലം, ഒത്തിരി വേണ്ട, ശകലം ഇട്ട് കൊടുത്താൽ മതി. അതും കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ പറക്കി ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ ഒരു സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടി നമ്മളൊരു ചാർക്കോൾ അല്ലെങ്കിൽ നമ്മുടെ ചിരട്ട കത്തിച്ച് അടുപ്പിലേക്ക് അരി വെച്ചതിന് ശേഷം ഒരു ശകല ഓയിൽ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. അങ്ങനെ കുറേ നേരം ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ റൈസിനകത്തുനിന്ന് ഞാൻ ആ ചാർക്കോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ശേഷം നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇങ്ങനെ നമ്മുടെ മന്തി നല്ലൊരു മണമാണിതിന്, മണവും ടേസ്റ്റും. കാരണം ചിക്കൻ സ്റ്റോക്കിനകത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയത്, അത് കാരണം ഒരു പ്രത്യേക മണമാണിതിന്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പീസും കൂടെ നമുക്ക് എടുത്ത് വയ്ക്കാം. എല്ലാവരും കഴിച്ചോണേ. അതിൻ്റെ കൂടെ നമുക്കൊരു ഗാർണിഷിന് വേണ്ടി ഞാനവിടെ ടൊമാറ്റോയും റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലെമണും കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കട്ടെ. താങ്ക് യു.